ഒന്നാം ശിവായ. ഇന്ന് നമുക്ക് നമ്മളുടെ ജ്യോതിഷ വിദ്യാർത്ഥികളുടെ ഒരു സജഷൻ, ജോലി കിട്ടുന്ന സമയം എങ്ങനെയാണ് ഗോചരവും ദശാപഹാരങ്ങളും തമ്മിൽ ചേർത്ത് ചിന്തിക്കുന്നത് എന്ന് ഒരു സംശയം പറഞ്ഞു. അപ്പോൾ അതെന്താണ് എന്ന് നോക്കാം. ഇത് ഞാൻ സാമ്പിളായിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ രാശിയും ഭാവവും ഒന്നായിട്ടാണ് വരയ്ക്കുന്നത്. ഒരു ഉദാഹരണ ജാതകം എഴുതാണ്. ഇവിടെ കന്നി ലഗ്നമാണ്, 10ൽ ഗുരു ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഏകദേശ ജാതകമാണ് കേട്ടോ വരയ്ക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു, ഗുളികൻ. ഇങ്ങനെ ഒരു ജാതകം കിട്ടിയെന്ന് വിചാരിക്കാം. ഇതാണ് ഒരു ഉദാഹരണ ജാതകം. ഇതില് ഇദ്ദേഹത്തിന്റെ ജോലിയെ സംബന്ധിച്ചാണ് ചോദ്യം. ജോലി കിട്ടുമോ, ജോലി മാറുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഭാവം, 10ാം ഭാവം, കർമ്മസ്ഥാനം. കർമ്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ലഗ്നാൽ 10ൽ ഗുരു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗുരു ആണ് പരിഗണിക്കേണ്ടത്, നിൽക്കുന്ന ഗ്രഹം. 10ാം ഭാവാധിപൻ ബുധൻ. 10ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിനാഥൻ ചൊവ്വ. 10ാം ഭാവാധിപനോടൊപ്പം നിൽക്കുന്ന ഗ്രഹങ്ങൾ സൂര്യൻ, കേതു. 10ാം ഭാവാധിപനെ നോക്കുന്ന ഗ്രഹങ്ങൾ രാഹു, ശനി. അപ്പൊ ഈ ക്രമത്തില് നമ്മൾ ആദ്യ ഗ്രഹങ്ങളെ നോക്കി വെക്കാം. 10ാം ഭാവവുമായിട്ട് ഇതെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. ഗുരു ഇവിടെ നിൽക്കുന്നുണ്ട്. 10ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് ചൊവ്വയുടെ രാശിയിലാണ്. ബുധനോടൊപ്പം സൂര്യനും കേതുവുമുണ്ട്. രാഹുവിന്റെ ദൃഷ്ടിയിലാണ്, ശനിയുടെ ദൃഷ്ടിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കർമ്മസ്ഥാനത്തിനെ സ്വാധീനിക്കും, ഈ ഗ്രഹങ്ങളെല്ലാം. ഗോചരത്തിലെ സ്ഥിതി നമുക്ക് ആദ്യം ഇത് നോക്കിയിട്ട് പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ദശാകാലം കാണണം. ദശാകാലം ഒത്തിരി വർഷങ്ങളുണ്ടാവും. അപ്പൊ അതിനകത്ത് ദശാകാലം കഴിഞ്ഞിട്ട് അപഹാരകാലങ്ങൾ കാണണം. അപഹാരം അതും 1.5 വർഷം 2 വർഷം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ വീണ്ടും ചിത്രകാലമാക്കി മാറ്റാം. ചിത്രകാലം. അപ്പൊ ഏതെല്ലാം ഗ്രഹത്തിന്റെ ചിത്രകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആണ് ചിത്രകാലമെങ്കിൽ ദശാപഹാര ചിത്ര കണക്കനുസരിച്ചിട്ട് കർമ്മസ്ഥാനത്ത് മാറ്റം വരേണ്ട സമയമാണ്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഗുരുവിനും 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനും 10ാം ഭാവാധിപനുമാണ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഇതെല്ലാം സപ്പോർട്ടിംഗ് റോളിലാണ് വരിക. അപ്പോൾ ഗുരുവിന്റെ ദശ ചിത്രകാലമാണെങ്കിൽ ജോലി മാറേണ്ട സമയമാണ്. ബുധന്റെ ചിത്രകാലമാണെങ്കിൽ ജോലി മാറേണ്ട സമയമാണ്. ഇതൊക്കെ നോക്കാം. പക്ഷെ ഇതിനകത്ത് ഇത് അനുഭവത്തിൽ വരുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ പിന്നെ ഗോചരം നോക്കണം. ഗോചരത്തിൽ ഗോചര സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദശാകാലം, ഇപ്പോഴത്തെ ഗോചരസ്ഥിതി, ഗ്രഹസ്ഥിതി, ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിക്കാണ് നമ്മൾ ഗോചരം എന്ന് പറയാം. ഈ ഗോചരത്തില് ഇതിൽ ഏതെങ്കിലും ഗ്രഹം ചന്ദ്രാൽ അനുകൂലമായി നിൽക്കുന്ന കാലം, ഇവിടെ ചന്ദ്രനാണ്. അപ്പൊ ഈ സ്ഥാനത്ത് നിന്ന് ഈ ഓരോ ഗ്രഹവും അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഇതിപ്പോ അശ്വതി രാശിയാണ് ജന്മരാശി, ജന്മനക്ഷത്രം എന്ന് വിചാരിക്കാം. മേടരാശിയാണ് ജന്മരാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഇതിലേതെങ്കിലും ജന്മ നക്ഷത്രമാണെങ്കിൽ ഇവിടെ ചന്ദ്രൻ വരുള്ളൂ. അപ്പൊ ഇതിന് അനുകൂലമായിട്ട് നിൽക്കണമെങ്കിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പൊ ഗുരു, ഇപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിൽ ഗുരു ഇങ്ങോട്ട് മാറി, ചന്ദ്രാൽ 4ലേക്ക് ഗുരു മാറി. അത് ഗുരുവിന്റെ ഉച്ചരാശിയാണ് എന്ന് പറഞ്ഞാൽ ഗുരു ഫേവർ ആവുന്ന ഒരു സമയമാണ് ഇവിടെ. അപ്പൊ നോക്കൂ, ഈ ഗുരു 10ൽ നിൽക്കുന്ന ഗുരുവാണ്. ചന്ദ്രാൽ 4ലേക്ക് മാറി. 4ലേക്ക് ശരിക്കും ഗുരുവിന്റെ അനുകൂലമായിട്ടുള്ള സ്ഥാനം 5ആണ്. പക്ഷെ ചന്ദ്രാൽ 4ലേക്ക് ഗുരു മാറുമ്പോൾ ഗൃഹസ്ഥാനത്തൊരു മാറ്റം പ്രതീക്ഷിക്കാം.
4-ൽ നിൽക്കുന്ന ഗുരുവിന് ചന്ദ്രാൽ 10-ലേക്ക് ഇങ്ങോട്ടൊരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇവിടെ ജോലി മാറേണ്ട സമയം സൂചിപ്പിക്കുന്നുണ്ട്. ജോലി മാറുന്ന സമയം. ഇതാണ് ഗ്രഹസ്ഥിതി. അതുപോലെ ഇപ്പൊ ഇത് 1 വർഷത്തോളം ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയാണെന്ന്. അപ്പോൾ ബുധൻ അനുകൂലമായിട്ട് വരുന്ന സമയം നോക്കുക. ഇതിനകത്ത് ചന്ദ്രാൽ ബുധൻ അനുകൂലമായിട്ട് വരുന്ന സമയം 1 മാസത്തേക്കുള്ള ഏതെങ്കിലും ഒരു സമയം പഞ്ചാംഗം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആ സമയത്ത് ജോലി മാറാം. ഇതിപ്പം ഗുരു നിൽക്കുന്നത് 2026 ഏപ്രിൽ മുതൽ 2027 ഏപ്രിൽ, ഏകദേശം 1 വർഷമാണ് ഗുരു നിൽക്കുക ഇവിടെ. അപ്പൊ ഈ 1 വർഷത്തിന്റെ ഉള്ളിൽ വീണ്ടും എപ്പോഴൊക്കെ ആണ് സ്ഥാനം മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒന്നിവിടെ ചൊവ്വ ബുധൻ ഇതിലാരെങ്കിലും ഒക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ബുധൻ 10-ാം ഭാവാധിപനായ ബുധൻ ഗോചരത്തിൽ അനുകൂലമായിട്ട് വരുന്ന പൊസിഷൻ ഏതാന്ന് നോക്കുക. അത് ഇതിനകത്ത് എവിടെയെങ്കിലും 1 മാസം ഉണ്ടാവും. അത് പഞ്ചാംഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാ നോക്കുക? അനുകൂലമായിട്ട് വരിക, ഒന്നുകില് ബുധന്റെ രാശിയിലൂടെ കടന്നു പോകുന്ന സമയം, കന്നിയിലൂടെയോ മിഥുനത്തിലൂടെയോ കന്നിയിലൂടെ സ്വക്ഷേത്രം അതിലൂടെ കടന്നു പോകുന്ന സമയം, ഇല്ലെങ്കിൽ ഉച്ചത്തിലൂടെ കടന്നു പോകുന്ന സമയം, അത് അനുകൂലമായിരിക്കും. ഇല്ലെങ്കിൽ ചന്ദ്രാൽ അനുകൂലമായിട്ട് പോകുന്ന സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അവിടെ ബുധൻ അനുകൂലമായിട്ട് നിൽക്കും. അവിടെ ജോലി മാറേണ്ട സമയമാണ്. അഥവാ ബുധൻ്റെത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഗ്രഹം മാറുന്നുണ്ടോ നോക്കുക. അപ്പം രാഹു കേതു ഒക്കെ ഇനി മാറുന്നത് ഡിസംബറിലേക്കാണ്. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് വരുന്നത് രവി മാറുന്നുണ്ട്. അപ്പം സൂര്യൻ ചിങ്ങമാസം ആകുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, സ്വക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അത് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മുഖ്യമായിട്ട് നോക്കാനുള്ളത് 10-ൽ നിൽക്കുന്ന ഗുരു ഗോചരത്തിൽ 4-ലേക്ക് മാറുന്നുണ്ട്. ഗുരുവിൻ്റെ അപഹാരകാലം അല്ല, ഛിദ്രകാലം ആണെന്ന് വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് കാൽക്കുലേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഡേറ്റ് ഒന്നും അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഛിദ്രകാലം ഗുരു, ഛിദ്രകാലത്തിലാണ് കൂടുതൽ അനുഭവങ്ങൾ വരിക. ആ ഛിദ്രകാലത്തിനകത്ത് ഗോചരത്തിൽ ഗുരു അനുകൂലമാണ്, മാറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബുധൻ മാറ്റം കാണിക്കുന്ന കാലം. ഈ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ജോലി മാറേണ്ട സമയമാണ്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. നമസ്കാരം.